ആഹാ, നിങ്ങളിവിടെ സംസാരിച്ചോണ്ടിരിക്കേണ്ട കേക്ക് എന്താന്ന് വിളിച്ചു നോക്കിക്കേ. കേക്ക് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. കേക്ക് ഇതുവരെ എത്തിയില്ലല്ലോ. ഷിബു, എനിക്ക് 10 മണിക്ക് ഇവിടെ വേണ്ട സാധനമാണ്. ഇതുവരെ എനിക്കിവിടെ സാധനം എത്തിയിട്ടില്ല. എത്തിയിട്ടുണ്ട് കേട്ടാ. താങ്ക് യുടാ. ബഷീർക്കാണല്ലോ. എന്താ ബഷീർക്ക, സുഖല്ലേ? സുഖം. ഇതിവിടെ തരാൻ പറഞ്ഞു. ബഷീർക്ക ഇപ്പോ ഷിബുവിന്റെ കൂടെയാണോ? ഏയ് അല്ലടോ, ഞാനിതുവഴി പോകുന്നു എന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യിൽ തന്നു വിട്ടതാ. ഇന്ന് എന്റെ മോളുടെ പിറന്നാളാ. ഇന്ന് ഊണ് നമുക്ക് ഇവിടെ നിന്നാകാം. വേണ്ട രമേശ, താൻ വിളിച്ചല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ബഷീർക്ക ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. വാ. Ole, happy birthday to you. Thank you. Happy birthday. Ole. Okay, ഇങ്ങോട്ട് നോക്ക്. ബഷീർക്ക, എന്റെ മോള് നന്നായിരിക്കട്ടെ. എന്തൊക്കെ എന്ത് പറ്റി? ഒന്നുമില്ല, അത് സന്തോഷം കൊണ്ടാ. എൻ്റെ ജീവിതവും സൗഭാഗ്യം നിറഞ്ഞായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. പടച്ചോൻ്റെ അനുഗ്രഹമുള്ളവനാ നീ. എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു എൻ്റെ മക്കളോടൊപ്പം ഒരു പിടി ചോറുണ്ണുക എന്നുള്ളത്. അതാണ് എനിക്കിപ്പോൾ സാധിച്ചു തന്നത്. ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് നീ എനിക്കിപ്പം മകനെ പോലെ. എൻ്റെ മനസ്സ് മനസ്സിലാക്കും.
കുറേ കാലത്തിന് ശേഷമാണ് വയറിനൊപ്പം എൻ്റെ മനസ്സ് നിറഞ്ഞത്. ഒരുപാട് അഹങ്കരിച്ചിട്ടുണ്ട്. പഠിച്ചവനെ എനിക്ക് തന്നെ എൻ്റെ മക്കളെക്കുറിച്ച് ഓർത്ത്. ഞാനൊരിക്കലും എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. ജീവിതത്തിലെ നല്ല കാലം മുഴുവൻ ഗൾഫിൽ കിടന്നപ്പോഴും ഒരിക്കലും സങ്കടപ്പെട്ടിട്ടില്ല. എല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടിയായിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു പ്രത്യേക ഉണർവായിരുന്നു മനസ്സിന്. ആവതുള്ള കാലം മുഴുവൻ ഈന്തപ്പനകൾക്ക് വളമായി. പിന്നീട് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ മക്കളോടൊത്ത് ജീവിക്കാനുള്ള കൊതിയായിരുന്നു. ആദ്യം കുറച്ച് ദിവസമൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ മക്കളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത ഞാൻ അവർക്കൊരു ബാധ്യതയാവുന്നു തോന്നിയപ്പോൾ ഞാൻ അവിടെ വിട്ടിറങ്ങി. തിരിച്ചു വിളിക്കുമെന്ന് മനസ്സ് 100 വട്ടം പറഞ്ഞു. എവിടെ? തിരിച്ചു വിളിക്കാനുള്ള ആളെ പഠിച്ചു നേരത്തെ അങ്ങ് വിളിച്ചു. ഗൾഫിലുണ്ടായിരുന്ന 4-5 ഷോപ്പുകൾ ഞാൻ എൻ്റെ മക്കൾക്ക് വിട്ടുകൊടുത്തു. പിന്നെ ഒന്നുമില്ലാത്ത ഈ ഓട്ടക്കയ്യനെ തിരിച്ചു വിളിക്കാൻ എൻ്റെ മക്കളത്ര മണ്ടന്മാരൊന്നുമല്ല. ഒറ്റപ്പെട്ടവൻ്റെ വേദനകൾ അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതനുഭവിച്ച് തന്നെ അറിയണം. ബന്ധങ്ങളെപ്പോഴും ചേർത്ത് നിർത്താൻ ശ്രമിക്കണം. ചിതറിപ്പോയാൽ അത് കൂട്ടിയോജിപ്പിക്കാൻ വലിയ പാടാ. നീ എന്നോട് ക്ഷമിക്ക്. നിന്റെ ഒരു നല്ല ദിവസം എൻ്റെ പരാധീനതകൾ പറഞ്ഞ് ഞാൻ ഇറങ്ങട്ടെ. രമേശേട്ടാ, എന്താ പറ്റിയത്? നീ ഇന്ന് ആ ബഷീർ ഖാനെ കണ്ടില്ലേ? ഇതിലും കഷ്ട നിന്റെ അച്ഛൻ്റെ കാര്യം. അച്ഛനായിട്ട് വരുത്തി വെച്ചതല്ലേ. സ്വത്ത് മുഴുവൻ ഏട്ടന്മാർക്കായി എഴുതി വെച്ചപ്പോ ഓർക്കണായിരുന്നു ഇങ്ങനൊരു മോളുണ്ടെന്ന്. വൃദ്ധസദനത്തിൽ കിടന്ന് നരയ്ക്കുന്ന നിന്റെ അച്ഛൻ്റെ കാര്യമാണ് പറയുന്നത്. അച്ഛൻ മരിച്ചിട്ട് ഫോട്ടോ ഭിത്തി തൂക്കിയിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കാൻ ശ്രമിക്കണം. ഞാൻ എന്തായാലും നിന്റെ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുക. നമ്മുടെ മക്കൾക്ക് എന്തായാലും ഒരു മുത്തശ്ശനെ വേണം.